അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി മുഫീന അഹ്ദ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിന്റെ മാസമെന്ന് വിശേഷിപ്പിച്ച പരിശുദ്ധ റമളാനിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറെ വിശിഷ്ടമാക്കപ്പെട്ട രണ്ടാമത്തെ 10 അഥവാ മഗ്ഫിറത്തിന്റെ 10 നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങുക. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മടങ്ങേണ്ടത്? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ എല്ലാവരും തന്നെ വിജയിച്ചവരാകാൻ വേണ്ടി, നിങ്ങൾ എല്ലാവരും തന്നെ വിജയികളാവാൻ വേണ്ടി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ തൗബ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, പാപമോചനത്തെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ 3 നിബന്ധനകൾ പറയുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത് അയ്യഖലിയാനിൽ മാസിയ എന്നുള്ളതാണ്. കുറ്റത്തിൽ നിന്നും, ഇത് തെറ്റാണോ അവൻ ചെയ്തുകൊണ്ടിരുന്നത്, ആ തെറ്റിൽ നിന്നും അവൻ പാടെ വിമുക്തനാവുക എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്നത് അയ്യന്തമ അലാ ഫീലിഹ, ചെയ്ത തെറ്റിനെ ഓർത്ത് ഖേദമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി എന്ന കാരണം കൊണ്ട് എനിക്ക് മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടായി തീരണം എന്നുള്ളതാണ്. എന്നാൽ മൂന്നാമതായി പറയുന്നത് അയ്യാസിമ അല്ലാ യഊദ ഇലൈഹ അബദ എന്നുള്ളതാണ്. അഥവാ ഏത് തെറ്റാണോ നാം ചെയ്തുകൊണ്ടിരുന്നത്, ആ തെറ്റിൽ ഇനി നാം ആവർത്തിക്കുകയില്ല എന്നുള്ളത്, ആ തെറ്റിലേക്ക് നാം ഇനി മടങ്ങി ചെല്ലില്ല എന്ന ഒരു ദൃഢനിശ്ചയം, ഒരു ഉറപ്പ് നമുക്കുണ്ടായി തീരുക എന്നുള്ളതാണ്. ഇത് വളരെ അത്യാവശ്യമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അടിമയും തമ്മിലുള്ള തൗബയുടെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ അടിമയും തമ്മിലാണെന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തന്നെ തീർക്കണം എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. അങ്ങനെ അടിമയും തമ്മിലാണെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിബന്ധന കൂടി പറയുന്നുണ്ട്, ആരോടാണോ തെറ്റ് ചെയ്തത് അവന്റെ ഹക്കിൽ നിന്ന് വിമുക്തനാവുക എന്നുള്ളതാണ്. ഈ നിബന്ധനകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ, ഒരാൾ തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ തൗബ സ്വീകരിക്കില്ല എന്ന് നിബന്ധനകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം 100 പേരെ കൊന്ന ഒരു വ്യക്തി അദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെടുകയും, എന്നാൽ അദ്ദേഹത്തിന്റെ നിയ്യത്ത് തൗബ ചെയ്യാൻ പോവുക എന്നുള്ളതായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും എല്ലാം നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് ഈ നിബന്ധനകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ഒരാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബ സ്വീകരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും തന്നെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ തെറ്റ് ചെയ്തവർക്ക് അവരുടെ തെറ്റിനെ പുറത്തു നൽകുന്നതിന് വേണ്ടി പകലിൽ തെറ്റ് ചെയ്തവർക്ക് അവരുടെ പാപങ്ങളെ പുറത്തു നൽകുന്നതിന് വേണ്ടി രാത്രിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യദിനെ ബസ്താക്കിക്കൊണ്ട് കാത്തിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഉസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.